ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ ക്രോഷ്യ പ്രോജക്റ്റ് ഒരു സിംഗിൾ ലെയർ ആയിട്ടുള്ള സീനിയർ ഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. വളരെ തിന്നായിട്ടുള്ള ആക്രിലിക് യാണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഒറിജിനാലിറ്റി ഫീല് വരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാൻ മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിവിടെ റിട്ടേൺ പാറ്റേൺസ് എല്ലാ സ്റ്റിച്ചസിൻ്റെ നേരെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ചെറിയ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് സ്റ്റിച്ചസ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും റിട്ടേൺ പാറ്റേണും കൂടി ശ്രദ്ധിച്ച് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെറ്റൽസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ മാജിക് റിങ് ചെയ്യുന്നു. അതിനുശേഷം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. പിന്നീട് ഒരു 9 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാം. തുടർന്ന് വരുന്ന 8 സ്റ്റിച്ചസിലും നമുക്ക് സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്ത് കൊടുക്കാം. എട്ടാമത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാം കേട്ടോ. വീണ്ടും 9 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. ഒരു 9 ടൈംസ് ആണ് ഇനി അത് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ 9 തവണ ആയിട്ടുണ്ട്. നമുക്കിനി മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും പെറ്റൽസിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു പെറ്റൽ നമുക്ക് 8 സ്റ്റിച്ചസ് ഉണ്ട്. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിനകത്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തുടർന്ന് വരുന്ന 3 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഇപ്പോൾ 3 സിംഗിൾ ക്രോഷ്യ. അടുത്തതായിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി വരുന്ന 2 സ്റ്റിച്ചിലായിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിലായിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റിച്ചിൽ തന്നെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യകൾ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് അടുത്ത സൈഡിലായിട്ട് വരുന്ന ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷയും ഒരു ഡബിൾ ക്രോഷേ ഇൻക്രീസും ആണ് ഒന്നിച്ച് ചെയ്യാനുള്ളത് കേട്ടോ. ഒരു സ്റ്റിച്ചിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷയും 2 ഡബിൾ ക്രോഷേകളും ഒന്നിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സാണ് ചെയ്യുന്നത്. 2 ഡബിൾ ക്രോഷേ ചെയ്യുന്നു, ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, 3 സിംഗിൾ ക്രോഷേ, ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ട് പെറ്റൽസിൻ്റെ നടുവിലായിട്ടുള്ള പോർഷനിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും അടുത്ത പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 9 പ്രാവശ്യം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഫ്ലവറിൻ്റെ പോളനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് കളറിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം.
ഞാൻ മാജിക് റിങ് ചെയ്യുന്നു. അതിനകത്തൊരു 6 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. മാജിക് റിങ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ക്ലോസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാതിരിക്കുക. ഒരു ചെറിയൊരു ഹോള് നമുക്കവിടെ ആവശ്യമുണ്ട് കേട്ടോ. ചെറിയൊരു സ്പേസ് അവിടെ നിർത്തിക്കൊണ്ട് വേണം നമുക്ക് മാജിക് റിങ് അടയ്ക്കാനായിട്ട്. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു സെൻറ്ററിൽ വരുന്ന ചെറിയ ഹോളിൽ കൂടിയാണ് വർക്ക് ചെയ്യാനുള്ളത്. അതിൽ കൂടി നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഒരു 12 സിംഗിൾ ക്രോഷകൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആദ്യം വരുന്ന സിംഗിൾ ക്രോഷേ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ കളർ ചേഞ്ച് ചെയ്യാണ്. നമുക്ക് ഫ്രണ്ട് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്യാനുള്ളത് കേട്ടോ. 2 ലൂപ്പ് ഉണ്ടായിരിക്കും. അതിൽ ആദ്യം കാണുന്ന ലൂപ്പിൽ കൂടെ മാത്രമാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി യെല്ലോ കളർ യാണ് നമുക്ക് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. ആദ്യം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടുകൊണ്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു സിംഗിൾ ക്രോഷേ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നീട് 3 ചെയിൻ സ്റ്റിച്ച് വേണം. ഇനി സിംഗിൾ ക്രോഷേ ചെയ്തതിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് ലൂപ്പിൽ കൂടി സിംഗിൾ ക്രോഷേ ചെയ്തുകൊണ്ട് ഈ പ്രോസസ്സ് നമുക്ക് ലാസ്റ്റ് വരെ റിപ്പീറ്റ് ചെയ്ത് പോവാം.
ഇനി നമുക്ക് ഫ്ലവറിൻ്റെ സേപ്പിലാണ് ചെയ്യാനുള്ളത്. വീണ്ടും നമുക്ക് മാജിക് റിങ് ചെയ്യാം. 6 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മാജിക് റിങ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഒരു 6 സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യാനുള്ളത്. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. ഇനി തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പിൽ കൂടി നമുക്ക് 6 ഇൻക്രീസ് ആണ് വേണ്ടത്. അതായത് ഓരോ സ്റ്റിച്ചസിലും നമുക്ക് ഈ 2 സിംഗിൾ ക്രോഷേ വീതമാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഇത്ര ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് ഇതൊരു ചെറുതായിട്ട് ചെയ്യുന്ന സംഭവമായതുകൊണ്ട് സ്റ്റിച്ചസ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നോക്കി ചെയ്യാം. അപ്പോൾ നമുക്ക് 6 ഇൻക്രീസ്, അതായത് ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ വീതമാണ് നമ്മളിനി ചെയ്യുന്നത്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. വീണ്ടും ചെയിൻ സ്റ്റിച്ച് ഇട്ടുകൊണ്ട് 2 ലൂപ്പിൽ കൂടിയും ഒന്നിച്ചാണ് ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ നോർമലായിട്ട് ചെയ്യാം. എന്നിട്ട് യാൺ കട്ട് ചെയ്ത് മാറ്റാം.
നമുക്കിനി ചെയ്ത വർക്കിനെയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അതായത് അതിലുണ്ടായിരുന്ന നൂലുകളൊക്കെ ഇങ്ങനെ തൊങ്ങൽ പോലെ നിൽക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളയാം കേട്ടോ. അപ്പോൾ ലൈറ്ററാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ മെഴുകുതിരിയിലൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് കരി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പെറ്റൽസിനെയൊക്കെ ഒന്ന് സ്ട്രൈറ്റ്നർ വെച്ച് ഒന്ന് നിവർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ചുളിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ സ്ട്രൈറ്റ്നർ വെച്ച് നിവർത്തിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു തിന്നായിട്ടുള്ള വയറ് എടുക്കാം. അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് സേപ്പൽ കയറ്റി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ അറ്റം ഒന്ന് ചുരുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ അത് പുറത്തേക്ക് വരും. അത് വരാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. സേപ്പൽ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അറ്റത്ത് ഗ്ലൂ ഒക്കെ ആക്കി പെറ്റൽസ് അതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പെറ്റൽസ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് പോളൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് അതിൻ്റെ തണ്ട് ഉണ്ടല്ലോ, അതിനും അതേ സേപ്പലിന് ഉപയോഗിച്ച സെയിം കളർ ഞാൻ തന്നെ യൂസ് ചെയ്തുകൊണ്ട് ആ വയറിൽ നമുക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കത് ലൈക്ക് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.